ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ EVSലെ 7th ചാപ്റ്ററായ നോ ദ ഡയറക്ഷൻസ് നോ അവർ ഹോം ലാൻഡ്. എന്താണ് നമ്മുടെ ഡയറക്ഷൻ നമുക്കറിയണം അല്ലേ, പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ ഹോം ലാൻഡും. അപ്പോൾ എന്താണ് നമ്മുടെ ഡയറക്ഷൻ അല്ലേ, ഡയറക്ഷൻ അറിയാം, പിന്നെ അതുപോലെ എന്താണ് ഹോം ലാൻഡും അറിയാം അല്ലേ, നാടറിയാം. അപ്പോൾ എന്താണ് ഇവിടെ ഒരു അമ്മയും മോളും എന്താണ് ആക്റ്റീവ പോവുകയാണ് അല്ലേ. അപ്പോൾ എന്താ അമ്മ പറയുന്നത്? ഡോക്ടർ, ഐ തിങ്ക് വി ഹാവ് ലോസ്റ്റ് അവർ വേ. എനിക്ക് തോന്നുന്നത് എന്താണ് നമ്മൾ വഴി തെറ്റിയെന്ന് തോന്നുന്നത് അമ്മ പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഡോക്ടർ പറയുന്നത് നോക്കിയേ, ഷാൾ വി ചെക്ക് ദ GPS മോം. അപ്പോൾ നമുക്ക് എന്താണ് GPS ചെക്ക് ചെയ്യാം മോം എന്ന് പറഞ്ഞില്ലേ. അമ്മ നമുക്ക് എന്താണ് GPS നോക്കാമെന്ന് പറഞ്ഞില്ലേ, വഴി തെറ്റിയിട്ടുണ്ടോയെന്ന് അറിയാൻ. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദ യൂസ് ഓഫ് എ GPS. അപ്പോൾ GPS എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, GPS എന്താണെന്നല്ലേ, ടു ഫൈൻഡ് ദ വേ വൈൽ ട്രാവലിംഗ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് വഴി അറിയാൻ കണ്ടുപിടിക്കാൻ എന്താണ് GPS ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളെന്താ പറയലേ ഇതിന്, അപ്പോൾ ലൊക്കേഷൻ, അതായത് വേറൊരു സ്ഥലത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വഴി അറിയില്ല നമുക്ക്. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ പേരടിച്ചു കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് മാപ്പിലൂടെ നോക്കി നമുക്ക് എന്താക്കാൻ പറ്റും, ഫോണിൽ മാപ്പിലൂടെ നോക്കിയിട്ട് നമുക്ക് ആ സ്ഥലത്ത് എത്താൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് GPS എന്നൊക്കെ, GPSന്റെ ഫുൾ ഫോം ആണ് എന്ത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പോൾ നോക്കിയേ, ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS അല്ലേ, ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് യൂസേഴ്സ് വിത്ത് ഇൻഫോർമേഷൻ അബൌട്ട് ദെയർ ലൊക്കേഷൻ ആൻഡ് ടൈം അല്ലേ. എന്താണ് ഈ GPS നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ് അല്ലേ. അതെന്താണ്, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്താണ് അവരുടെ ലൊക്കേഷൻ, സമയത്ത് തന്നെ അവരുടെ ലൊക്കേഷനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ എന്താണ് ഈ GPS നൽകുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ അവിടെ എത്ര മണിക്കൂർ കൊണ്ട് എത്തും, അതുപോലെ എന്താണ് ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ എന്താണ് ഈ GPS-ലൂടെ എന്താണ് ചെയ്യാൻ കഴിയുന്നതാണ് അല്ലേ. ഇതൊരു സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ GPS എന്താ പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, വാട്ട് വേർ ദ മെത്തേഡ്സ് വി യൂസ്ഡ് ടു ഫൈൻഡ് റൂട്ട്സ് ബിഫോർ GPS കെയിം ഇൻ ടു യൂസ്. അപ്പോൾ നമ്മളെന്താണ് ഈ GPS വരുന്നതിന് മുന്നേ, ഇപ്പോൾ എല്ലാവരും GPS ആണല്ലേ. ഇപ്പം നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ എന്താണ് നമ്മൾ ഈ ലൊക്കേഷൻ എടുത്ത് നോക്കും അല്ലേ, മൊബൈലിൽ മാപ്പ് എടുത്തിട്ട് അതിൽ ലൊക്കേഷൻ എടുത്തിട്ട് നമ്മൾ എന്താക്കുകയാണ് ആ പൊസിഷൻ എവിടെയാണ് നമ്മൾ പോകേണ്ടത് അവിടെ ടൈപ്പ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക കറക്റ്റ് അതിൻ്റെ റൂട്ടൊക്കെ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഈ ഫോണും ഇതൊക്കെ വരുന്നതിന് മുന്നേ, GPS ഒക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്താൻ നമ്മൾ എന്തായിരുന്നു ചെയ്യലുണ്ടായിരുന്നത്, ബൈ ആസ്കിങ് അതേഴ്സ് അല്ലേ. വേറെ ആൾക്കാരോടൊക്കെ വഴി ചോദിക്കലായിരുന്നു അല്ലേ. പിന്നെയോ എന്താണ് വേറെ ആൾക്കാരോട് ചോദിക്കില്ലേ, ബൈ ആസ്കിങ് അതേഴ്സ്. പിന്നെ ഫോളോയിങ് റോഡ് സൈൻസ്, പിന്നെ എന്താണ് റോഡ് സൈനുകൾ നോക്കി പോവില്ലേ. പിന്നെന്താണ് യൂസിങ് പേപ്പർ മാപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്താക്കും നമുക്ക് റൂട്ട് നോക്കി പോകായിരുന്നു അല്ലേ പണ്ട്. ഇപ്പം GPS ഉണ്ടായതുകൊണ്ട് ഇതിനൊന്നും ആവശ്യമില്ല അല്ലേ, നേരിട്ട് ഇങ്ങനെ അതിൽ പോയാൽ മതി അല്ലേ. അപ്പോൾ റോഡ് സൈൻ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഊട്ടി പോവുകയാണെങ്കിൽ ഇത്ര കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്നുള്ള റോഡ് സൈൻ സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്താണ് റോഡ് സൈൻ നോക്കി പോകലായിരുന്നു പണ്ട് അല്ലേ. പിന്നെന്താണ് പേപ്പർ മാപ്പ് ഉപയോഗിച്ചായിരുന്നു എന്ത് ഈ റൂട്ട് നോക്കി പോകലുണ്ടായിരുന്ന ഒരു സ്ഥലം അല്ലേ, ലൊക്കേഷനിൽ പോകലുണ്ടായിരുന്നത്. Before the implementation of modern systems, we depended on directions in order to find out routes and to determine the location. അപ്പോൾ എന്താണ് ഈ മോഡേൺ സിസ്റ്റം വരുന്നതിന് മുന്നേ നമ്മളെന്താണ് ഡയറക്ഷൻസ് അല്ലേ, ഈ ഡയറക്ഷൻസ് നോക്കിയിട്ടായിരുന്നു എന്താക്കിയിരുന്നത് നമ്മൾ റൂട്ടും അതുപോലെ ലൊക്കേഷനും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. അതായത് വഴി കണ്ടെത്താനും അതുപോലെ സ്ഥാനം നിർണ്ണയിക്കാനും ഒക്കെ എന്താണ് നമ്മൾ ഡയറക്ഷൻസ് ആയിരുന്നു എന്താക്കിയിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ദാറ്റ് യു നോ. നിങ്ങൾക്ക് അറിയുന്ന ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഈസ്റ്റ് അല്ലേ, പിന്നെന്താണ് വെസ്റ്റ് ഉണ്ട് അല്ലേ, പിന്നെ വെസ്റ്റ് WEST. അപ്പോൾ എന്താണ് നമുക്ക് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? ഈസ്റ്റ്, പിന്നെന്താണ് വെസ്റ്റ്, പിന്നെ സൗത്ത്, നോർത്ത്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്, ഇതാണ് എന്ത് നമ്മുടെ ഡയറക്ഷൻസ്. നിങ്ങൾക്ക് അറിയുന്ന ഡയറക്ഷൻ ഏതാണെന്ന് വെച്ചാൽ എന്താണ് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. ഇനി എന്താണ് വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻസ്. അപ്പോൾ ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണ്, നമ്മൾ എന്താണ് സണ്ണിൻ്റെ പൊസിഷൻ വെച്ച് പറയും അല്ലേ. സണ്ണിൻ്റെ പൊസിഷൻ വെച്ച് നമ്മൾ എന്താക്കും
നമ്മളെ സൗത്ത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് അല്ലേ. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് എവിടെ നിന്നാണ്? ഈസ്റ്റ് നിന്നാണ് അല്ലേ. സൂര്യൻ സൺ സെറ്റ് ചെയ്യുന്ന എവിടെയാണ്? വെസ്റ്റിൽ അല്ലേ. പിന്നെയോ അതുപോലെ എന്താ ഡയറക്ഷൻ നമ്മൾ സണ്ണിൻ്റെ പൊസിഷൻ വെച്ചിട്ട് എന്താക്കും നമ്മൾ പറയും അല്ലേ. അതുപോലെ എന്താണ് ഒബ്സർവിങ് ഷാഡോസ്. പിന്നെ അതുപോലെ എന്താണ് ഷാഡോസ്, അതിൻ്റെ നിഴലുകൾ, നമ്മൾ നിഴലുകൾ നോക്കിയിട്ട് എന്താക്കും നമ്മൾ ഡയറക്ഷൻ പറയും അല്ലേ. പിന്നെ എന്താണ് ഒബ്സർവിങ് സെർട്ടൻ സ്റ്റാർസ്. പിന്നെ ചില സ്റ്റാർസിനെ ഒബ്സർവ് ചെയ്തിട്ട് എന്താക്കും നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കും. പിന്നെ നമ്മളെന്താണ് യൂസിങ് മൂണിനെ നോക്കിയിട്ട് നമ്മൾ എന്താക്കും നമ്മൾ ഡയറക്ഷൻ പറയും. അതുപോലെ യൂസിങ് കോമ്പസ് വെച്ചിട്ട് എന്താക്കാൻ പറ്റും നമ്മൾ പൊസിഷൻ അല്ലേ, എന്താണ് ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കും അല്ലേ. കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ബോക്സിലുള്ള കോമ്പസ് ആണോ? അല്ല അല്ലേ. നമുക്ക് എന്താണ് ഒരു കോമ്പസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ പഠിക്കും. അപ്പോൾ കോമ്പസ് വെച്ചിട്ട് എന്താണ് ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, let us see how Ahana finds the direction based on the position of the rising sun. നോക്കിയാൽ അഹാന എങ്ങനെയാണ് ഈ റൈസിങ് സൺ, അതായത് രാവിലെ ഉദിക്കുന്ന ആ സണ്ണിൻ്റെ പൊസിഷൻ വെച്ചിട്ട് അവളുടെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിയേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കണ്ടോ, ഇവിടെ സണ്ണ് ഉദിച്ചു വരികയാണല്ലേ. അപ്പോൾ സണ്ണ് ഉദിച്ചു വരുന്നത് എവിടെ? എവിടെ നിന്നാണ്? ഈസ്റ്റ് നിന്നാണ് അല്ലേ. അപ്പോൾ ഇത് ഈസ്റ്റ് ആണ് അല്ലേ. അവളുടെ ഫ്രണ്ട് വശം എന്താണ്? ഈസ്റ്റ് ആണ്. ഇനി എന്താണ് അവളുടെ ഇതിൻ്റെ നേരെ ബാക്ക് വശം എന്താണ്? വെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ സൺ അപ്പിയേഴ്സ് ടു റൈസ്? ഏത് ഡയറക്ഷനിലാണ് സണ്ണ് അപ്പിയർ ചെയ്യുന്നത്? വരുന്നത് ഈസ്റ്റ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കാം? ഈസ്റ്റ് എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഈസ്റ്റ് അല്ലേ. ഇനി ടു വിച്ച് ഡയറക്ഷൻ ഈസ് അഹാന ഫേസിങ്? അഹാന ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? ഈസ്റ്റ് അല്ലേ. അഹാനൻ്റെ ഫേസ് പക്ഷെ ഏതാണ്? മുഖം നോക്കിക്കുന്നത് ഏതാ? സൂര്യനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ മുൻഭാഗം ഏതാണ്? ഈസ്റ്റിലാണ് അല്ലേ. സൂര്യനെ നോക്കിക്കുക അല്ലേ. സൂര്യൻ ഉദിച്ചു വരുന്നത് ഈസ്റ്റിൽ നിന്നാണ്. സൂര്യനെ നോക്കിക്കുന്ന അവളുടെ ഫ്രണ്ട് വശം എന്താണ്? ഈസ്റ്റ് ആണ് അല്ലേ. വിച്ച് ഡയറക്ഷൻ ഈസ് ബിഹൈൻഡ് അഹാന? അഹാനൻ്റെ ബാക്ക് വശം ഏതാണ്? ഈസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്? വെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് അല്ലേ. അപ്പോൾ ഈസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാ? വെസ്റ്റ് അല്ലേ. അപ്പോൾ അഹാൻ്റെ ബാക്ക് വശം ഏതായിരിക്കും? വെസ്റ്റ് ആയിരിക്കും അല്ലേ. ഇനി വിച്ച് ഡയറക്ഷൻ ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് അഹാന? അഹാനൻ്റെ ലെഫ്റ്റ് സൈഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അഹാന ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അവളുടെ ലെഫ്റ്റ് സൈഡ് ഇതാണ് അല്ലേ. ഇത് ലെഫ്റ്റ്. ഇതെന്താണ്? ഇത് ഈ ഭാഗം ലെഫ്റ്റും ഈ ഭാഗം എന്താണ്? ലെഫ്റ്റും. ഈ ഭാഗം ലെഫ്റ്റും ഈ ഭാഗം എന്താണ്? റൈറ്റും ആണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് വശം ഏതാണ്? റൈറ്റ് വശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് വശം ഏതാണ്? അപ്പോൾ ഏതാണ്? ലെഫ്റ്റ് സൈഡ് എന്താണ്? നോർത്താണ് കേട്ടോ. ഇനി ദെൻ വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ ഓൺ ഹെർ റൈറ്റ് സൈഡ്? റൈറ്റ് സൈഡ് ഏതാണ്? സൗത്ത്. ഓക്കെ, ഇത് നോർത്ത്, ഇത് സൗത്ത്. മനസ്സിലായല്ലോ. അപ്പോൾ റൈറ്റ് സൈഡിൽ എപ്പോഴും എന്താണ്? സൗത്ത് അല്ലേ. ലെഫ്റ്റ് സൈഡിൽ എന്താണ്? നോർത്തും ആണ്. എന്താണ്? സണ്ണിനെ നോക്കി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ എന്താണ്? ഇടത് ഭാഗം നോർത്തും വലതു ഭാഗം സൗത്തും ആയിരിക്കും. അതുപോലെ സണ്ണിനെ നോക്കി നമ്മൾ സൂര്യനെ ഉദിക്കുന്ന എന്താണ്? സൂര്യനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് വശം നമ്മളെ മുഖം നിൽക്കുന്ന ഏതാണ്? ഈസ്റ്റിലേക്കും നമ്മളെ ബാക്ക് നിൽക്കുന്നത് വെസ്റ്റിലേക്കും ആയിരിക്കും കേട്ടോ. ഇനി എന്താ നോക്കാം നമുക്ക്. ഇനി നോക്കിയേ, ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഡയറക്ഷൻസ് വെൻ ദ സൺ ഈസ് നോട്ട് വിസിബിൾ ടു അസ്? ഇപ്പോൾ സണ്ണിനെ നോക്കിയിട്ടാണല്ലോ നമ്മൾ എന്താക്കുന്നത്? നമ്മൾ ഡയറക്ഷനൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ്? സണ്ണ് ഇപ്പം ഇല്ല. ഒന്നെങ്കിൽ എന്താണ്? രാത്രിയായി വിചാരിച്ചോ, അല്ലെങ്കിൽ എന്താണ്? ഭയങ്കര മഴക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാട്ടിൽ പെട്ട്. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഇപ്പോൾ സണ്ണിനെ നോക്കിയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ലെഫ്റ്റ് എന്താണ്? നോർത്തും ഈസ്റ്റും വെസ്റ്റും സൗത്തും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ബട്ട് നമുക്ക് എന്താണ്? നമുക്ക് ഒരു സണ്ണില്ലാത്ത ടൈമിൽ സണ്ണിനെ കാണാൻ കഴിയാത്ത ആ ടൈമിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള വഴിയുണ്ട്. എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു കോമ്പസ് അല്ലേ. ബോക്സിലുള്ള കോമ്പസ് എല്ലാം എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ കോമ്പസ് അല്ലേ. ഈ സംഭവമാണ് ഇത് കേട്ടോ. ഓക്കെ, ഇതാണ് ഇത്. ഇതിനെന്താണ് പറയുന്നത്? കോമ്പസ് എന്ന് പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കൂ, മാഗ്നറ്റിക് കോമ്പസ് എന്നാണ് ഇതിന് പറയുക കേട്ടോ. എന്താണ്? മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻസ്. അപ്പോൾ ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ദർ ഇസ് എ മാഗ്നറ്റിക് നീഡിൽ ഇൻ ദ സെന്റർ ഓഫ് ദ കോമ്പസ്. ഇവിടെ എന്താണ്? ഇതിന്റെ നടുക്കായിട്ട് എന്താണ്? ഒരു മാഗ്നറ്റിക് നീഡിലുണ്ട് നടുക്ക് അല്ലേ. കോമ്പസിന്റെ നടുക്കായിട്ട് എന്താണ്? ഒരു മാഗ്നറ്റിക് നീഡിലുണ്ട്. ദിസ് നീഡിൽ ഓൾവേസ് പോയിന്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇത് എപ്പോഴും എന്താണ്? ഇതാക്കടോ, ഇതാണ് മാഗ്നറ്റിക് നീഡിൽ. ഇത് എപ്പോഴും എന്താണ്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് എന്താക്കുന്നത്? നിൽക്കുക. ഓക്കെ, ദ സ്പെസിഫിക്കലി മാർക്ക്ഡ് ടിപ്പ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ് ദ നോർത്ത് ഡയറക്ഷൻ.
നോക്കൂ, ഇവിടെ നമ്മൾ എന്താക്കണം, നമ്മൾക്ക് സ്പെസിഫിക്കലി മാർക്ക് ടിപ്പ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ് നോർത്ത് ഡയറക്ഷൻ. ഇത് പ്രത്യേകമായി അടയാളപ്പെടുത്തിയ ഈ നീഡിലിന് എന്താണ്, നോർത്ത് ഡയറക്ഷൻ ആണ്. കണ്ടോ എന്നെ എഴുതിയത്, കണ്ടോ ഇത് ചുവപ്പ് റെഡ് അല്ലേ, ഇതെന്താണ് നോർത്ത് ഡയറക്ഷൻ. ഓക്കെ, ഷാൾ വി ഹെൽപ്പ് റാഹൻ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ യൂസിങ് എ കോമ്പസ്. ഇനി എന്താണ് റാഹൻ നമുക്ക് എന്താണ് ഈ കോമ്പസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ റാഹനെ നമുക്ക് എന്താക്കുക, സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ടുവേർഡ്സ് വിച്ച് റഹാൻ ഈസ് ഫേസിങ്. ഇനി നോക്കാം നമുക്ക് എവിടെയാണ് റഹാൻ എങ്ങോട്ടേക്കാണ് നോക്കി നിൽക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് എന്താണ് നമുക്ക് ആ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. റഹാൻ ഏത് ഭാഗത്തേക്കാണ് നോക്കി നിൽക്കുന്നത്, ഫേസ് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് നോക്കാം. എന്താണ് ആ നീഡിൽ നോക്കിയാൽ അവൻ്റെ കയ്യിലുള്ള ഈ കോമ്പസിലുള്ള നീഡിൽ എവിടേക്കാണ് നിൽക്കുന്നത്, റഹാൻ കൈ പിടിച്ചിരിക്കുന്നത് ഫേസിങ് ദ സൗത്ത് അല്ലേ. അപ്പോൾ അവൻ എവിടേക്കാ, സൗത്തിലേക്കാണ് നോക്കിക്കുന്നത്. അപ്പോൾ സൗത്തിലേക്കാണ് എന്താക്കുന്നത്, അവൻ നോക്കി നിൽക്കുന്നത് അല്ലേ. വിച്ച് ഇസ് ഡയറക്ഷൻ ഓൺ റഹാൻസ് ലെഫ്റ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ലെഫ്റ്റ് സൈഡ് ഏതാണ്, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്, ഇത് അല്ലേ. ലെഫ്റ്റ് ഏതാണ് വരുന്നത്, അപ്പോൾ ഈസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഈസ്റ്റ് ആണ്. ഇനി നെയിം ദ ഡയറക്ഷൻ റഹാൻസ് റൈറ്റ് സൈഡ് ഏതാണ്, അപ്പോൾ ഇത് വെസ്റ്റ് അല്ലേ. ഈ ഇത് ഭാഗം വെസ്റ്റ് വരും അല്ലേ. നെയിം ദ ഡയറക്ഷൻ ഓൺ റഹാൻസ് റൈറ്റ് സൈഡ് ഏതാണ്, വെസ്റ്റ്. റൈറ്റ് ഭാഗം എന്താണ്, വെസ്റ്റിലാണ് അല്ലേ. ദെൻ ലൈക്ക്വൈസ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് യുവർ ക്ലാസ് റൂം യൂസിങ് എ കോമ്പസ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഉള്ള ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻസ് ഇൻ ദ ബ്ലാക്ക് ബോർഡ് ഇൻ ദ ക്ലാസ് റൂം. ഏത് ഡയറക്ഷനിലാണ് നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള ബ്ലാക്ക് ബോർഡ് ഉള്ളത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ഡോർ ഓഫ് ദ ക്ലാസ് റൂം. അതുപോലെ നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള ഡോറിൻ്റെ ഡയറക്ഷന് ഏത് ഇതാണ്, ഈസ്റ്റ് ആണ്, വെസ്റ്റ് ആണ്, സൗത്ത് ആണോ, നോർത്ത് ആണോ എന്നുള്ളത്. ഇൻ വിച്ച് ഡയറക്ഷൻ ആർ ദ വിൻഡോസ് ഓഫ് ദ ക്ലാസ് റൂം. എന്താണ് അതുപോലെ ക്ലാസ് റൂമിൻ്റെ വിൻഡോസ് ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ക്ലാസ് റൂമിലത്തത് കേട്ടോ. അപ്പോൾ ടീച്ചർക്ക് ഇവിടെ എഴുതാൻ കഴിയില്ല, നിങ്ങളെ ക്ലാസ് റൂമിലുള്ള ഏതാണോ അത് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് എന്താക്കുക, അപ്പം കോമ്പസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, സണ്ണിനെ വെച്ച് നോക്കിയാൽ മതി അല്ലേ. ഓക്കെ, ദെൻ let us mark the directions. ഇനി എന്താക്കുക, നമുക്ക് ഡയറക്ഷൻസ് മാർക്ക് ചെയ്യാം. We have already find out the directions of different objects in our classroom. എന്താണ് നമുക്ക് ആദ്യം പഠിച്ചില്ലേ, എന്താണ് നമ്മളെ ക്ലാസ് റൂമിലുള്ള എന്താണ് ഡോർ എവിടെയാണ്, അതുപോലെ വിൻഡോ എവിടെയാണ്, ബ്ലാക്ക് ബോർഡ് എവിടെയാണെന്നൊക്കെ ഡയറക്ഷൻസ് കണ്ടുപിടിച്ചല്ലോ. ഇനി നമുക്ക് എന്താ ക്ലാസ് റൂമിൻ്റെ ഒരു സ്കെച്ച് വരയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ആർ ദ ഡയറക്ഷൻസ് മാർക്ക്ഡ് വെൻ യു മേക്ക് എ സ്കെച്ച്. ഇനി എങ്ങനെയാണ് നിങ്ങൾ സ്കെച്ച് മാർക്ക് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് റൂം ഡയറക്ഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കണം, അതിൻ്റെ സ്കെച്ച് വരയ്ക്കണം അല്ലേ. അപ്പോൾ എന്താ ഡയറക്ഷനൊക്കെ വെക്കും വേണം. എങ്ങനെയാണ് ചെയ്യുക നോക്കാം നമുക്ക്. സ്റ്റാൻഡിങ് ഫേസിങ് ദ നോർത്ത്. സ്റ്റാൻഡ് ഫേസിങ് ദ നോർത്ത്. നിങ്ങൾ എന്താക്കുക, നോർത്തിലേക്ക് നോക്കി നിൽക്കുക. പ്ലേസ് ദ പേപ്പർ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആൻഡ് മാർക്ക് ഓൾ ദ 4 ഡയറക്ഷൻ. പിന്നെന്താണ് ആ പേപ്പർ അങ്ങനെ വെച്ചിട്ട് എന്താണ് നോർത്തും സൗത്ത് ഡയറക്ഷനും മാർക്ക് ചെയ്യുക അല്ലേ. പിന്നെ എല്ലാ ഡയറക്ഷനും നിങ്ങൾക്ക് മാർക്ക് ചെയ്തൂടെ. While drawing the sketch on paper, mark the north on the top side of the paper, south on the bottom side. ഇപ്പോൾ നോർത്ത് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, സൗത്ത് ആണ് അല്ലേ. ഈസ്റ്റ് എന്താണ്, ഈസ്റ്റ് ഓൺ റൈറ്റ് സൈഡ്, വെസ്റ്റ് ഓൺ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ദ ഡയറക്ഷൻ ഷുഡ് ബി മാർക്ക്ഡ് യൂസിങ് ഗിവൻ സിമ്പിൾ. ഈ സിമ്പിൾ വെച്ച് നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് ഇപ്പോൾ ഇത് നോക്കിയേ, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കുക, നോർത്ത് സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താക്കണം നമുക്ക്. അപ്പോൾ നോക്കിയേ, നമ്മളൊരു പ്ലസ് ഇട്ടാൽ മുകൾ ഭാഗം എന്താണ് നോർത്ത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത്, പിന്നെ അതിൻ്റെ ഈ ഭാഗത്ത് വെസ്റ്റും ഈ ഭാഗം ഈസ്റ്റും ആണ് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ പേപ്പറിൽ ഇങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ കേട്ടോ. ഇതിപ്പോൾ ഒരാൾ മനുഷ്യനാണ് വിചാരിച്ചു, അപ്പോൾ നമ്മളാണ് വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ എന്താ നിൽക്കുകയാണ്, നമ്മളെ ഫേസ് ഇപ്പോൾ ഇങ്ങോട്ടേക്കായി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മളെ തലഭാഗം നോർത്ത്, കാൽഭാഗം സൗത്ത്. ഓക്കെ, നോർത്ത് സൗത്ത്. പിന്നെ എന്താണ് നമ്മളെ റൈറ്റ് സൈഡ് എന്താണ്, വെസ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് എന്താണ്, ഈസ്റ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് പഠിച്ചു നോക്കുക കേട്ടോ. ഒരു പ്ലസ് ഇട്ടിട്ട് എപ്പോഴും എന്താണ് നോർത്ത് സൗത്ത്, പിന്നെ എന്താണ് ഇത് വെസ്റ്റ് ഈസ്റ്റ്. ഓക്കെ, അത് പഠിച്ചു നോക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ ഇനി നോക്കിയേ, റെപ്രസെൻറ്റ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ക്ലാസ് റൂം യൂസിങ് ദ സിമ്പിൾസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ സിമ്പിൾസ് വെച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾ ഒബ്ജക്റ്റുകൾ ക്ലാസ് റൂമിലുള്ള ഒബ്ജക്റ്റുകൾ എന്താണ് സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് ബോർഡിനെ ഇത്
വിൻഡോക്ക് ഇത് ഈ ചിഹ്നം, അതുപോലെ ഈ സിമ്പൽ കൊടുക്കുക. അതുപോലെ ഡോറിന് ഈ സിമ്പൽ, ഡെസ്കിന് ഈ സിമ്പൽ, ബെഞ്ചിന് ഈ സിമ്പൽ കൊടുക്കുക. ഇനി റെപ്രസെൻ്റ് ചെയ്തിട്ട് എന്താക്കുക, നിങ്ങളെ ക്ലാസ് റൂമിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ലെറ്റസ് ഫൈൻഡ് ഔട്ട്. ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് ബ്ലാക്ക് ബോർഡ്, ഇപ്പോൾ നിങ്ങൾക്ക് റൂമുള്ള ക്ലാസ് റൂമുള്ള ജസ്റ്റ് ഒരു വരച്ചിട്ട് എന്താണ് ബ്ലാക്ക് ബോർഡ് വരയ്ക്കുക, വിൻഡോ എവിടെ, ഡോറ് വരയ്ക്കുക, ഡെസ്കും ബെഞ്ചും ഒക്കെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഡയറക്ഷൻ വെച്ചിട്ട് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇല്ലേ, അത് വെച്ചിട്ട് എന്താ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ. ഇപ്പോൾ ഇവിടെയാണ് എന്തെങ്കിൽ ബ്ലാക്ക് ബോർഡ് എങ്കിൽ എന്താണ് ഇത് നോർത്ത് അല്ലേ. ഇനി ഇവിടെയാണ് എന്ത് വിൻഡോ ഉള്ളെങ്കിൽ ഇതാണ് ഈസ്റ്റ് അല്ലേ. ഇവിടെയാണ് ഡോർ ഉള്ളെങ്കിൽ ഇവിടെ വെസ്റ്റ് അല്ലേ. ഡെസ്കും ബെഞ്ചും എവിടെയാണ് എന്നുള്ളത് ഒക്കെ നിങ്ങൾ ഈ ചിഹ്നം വെച്ച് അടയാളപ്പെടുത്തുക കേട്ടോ, സിമ്പിൾ വെച്ചിട്ട്. ഈ ലെറ്റസ് ഫൈൻഡ് ഔട്ട് നോക്കിയാൽ ഇവിടെ നോർത്ത്, സൗത്ത് അല്ലേ, വെസ്റ്റ്, ഈസ്റ്റ്, ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ എന്താണ് മുകൾ ഭാഗം നോർത്ത്, താഴ് ഭാഗം സൗത്ത് അല്ലേ. പിന്നെ ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. പിന്നെ നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിൽ നോർത്ത് ഈസ്റ്റ് ആണ് കേട്ടോ. കണ്ടോ, നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിൽ എന്താണ് നോർത്ത് ഈസ്റ്റ്. കണ്ടോ, നോർത്തിൻ്റെയും അതുപോലെ ഈസ്റ്റിൻ്റെയും ഇടയിൽ എന്താണ് നോർത്ത് ഈസ്റ്റ്. ഇനി നോക്കിയേ, ഈസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും ഇടയിൽ എന്താണ് സൗത്ത് ഈസ്റ്റ്. കണ്ടോ. പിന്നെ അതുപോലെ എന്താണ് സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെയും ഇടയിൽ എന്താണ് സൗത്ത് വെസ്റ്റ്. കണ്ടോ. ദെൻ ഇനി നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയിൽ നോർത്ത് വെസ്റ്റ്. കണ്ടോ, മനസ്സിലായല്ലോ. നോക്കുക, രണ്ടിൻ്റെ ഇടയിൽ എന്തിൻ്റെ ഇടയിലാണോ ഇപ്പം നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയിലാണ് നോർത്ത് വെസ്റ്റ്, നോർത്തിൻ്റെ ഈസ്റ്റിൻ്റെ ഇടയിലാണ് നോർത്ത് ഈസ്റ്റ്. ഈ സൗത്തിൻ്റെ ഈസ്റ്റിൻ്റെ ഇടയിലാണ് ഈ സൗത്ത് ഈസ്റ്റ്, വെസ്റ്റിൻ്റെയും സൗത്തിൻ്റെ ഇടയിലാണെങ്കിലോ സൗത്ത് വെസ്റ്റ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ലൈബ്രറി ഉണ്ട്, അതുപോലെ എന്താണ് ക്രോക്കറി ഷോപ്പ് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, റോഹൻ്റെ വീടുണ്ട്, ഹാനാസ് ഹൗസ് ഉണ്ട്, ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെയാണ് ഒബ്സർവ് ദ പിക്ചർ ഗിവൺ എബോ ആൻഡ് ഫൈൻഡ് ദ ആൻസർ. ഇനി നിങ്ങൾ എന്താണ് ഈ ചിത്രം നോക്കിയിട്ട് ഈ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ ലൈബ്രറി. അപ്പോൾ സ്കൂളിൻ്റെ ഏത് ഡയറക്ഷനിലാണ് ലൈബ്രറി ഉള്ളത്. അപ്പോൾ സ്കൂൾ ഏതാണ്, ഇതാണ് സ്കൂൾ അല്ലേ. ലൈബ്രറി എവിടെയാണ്, ഇവിടെ അല്ലേ. അപ്പോൾ ഇതേത് ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ ഏത് വശത്താണ് ലൈബ്രറി, ഇതാണ് ലൈബ്രറി അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ ചിത്രത്തിൽ നോക്കിയേ, സ്കൂൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എന്താണ് ഇവിടെ ഈ ഭാഗത്താണ് അല്ലേ ലൈബ്രറി. അപ്പോൾ എന്താണ് സൗത്ത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ അവിടെ സൗത്ത് എന്ന് എഴുതാം കേട്ടോ. എന്താണ് ഇവിടെ സൗത്ത് എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് എന്താണ്, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഈസ് ദ ലൈബ്രറി. ഇനി പോസ്റ്റ് ഓഫീസിൻ്റെ ഏത് ഭാഗത്താണ് ലൈബ്രറി അല്ലേ. അപ്പോൾ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്, പോസ്റ്റ് ഓഫീസ് ഇവിടെ അല്ലേ. അപ്പോൾ ലൈബ്രറി ഏത് ഇവിടെ അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയത് പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഈ ഭാഗത്താകുമ്പോൾ വെസ്റ്റ് അല്ലേ. അപ്പോൾ എന്താണ് പോസ്റ്റ് ഓഫീസിൻ്റെ വെസ്റ്റിലാണ് എന്ത് ലൈബ്രറി കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് അഹാന ആൻഡ് റഹാൻ ട്രാവൽ ടു റീച്ച് ദ ഹോസ്പിറ്റൽ ഫ്രം ദെയർ ഹൗസ്. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ് എന്താണ് ഈ അഹാനയും റഹാനും അവരുടെ വീട്ടിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഏത് ഡയറക്ഷനിലാണ് യാത്ര ചെയ്യുന്നത്. ഇതാണ് അഹാനാൻ്റെ വീട് അല്ലേ, ഇതാണ് റഹാനൻ്റെ വീട് അല്ലേ. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ്, എവിടെ ഹോസ്പിറ്റൽ ഇവിടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയാൽ ഈ മിഡിൽ നോക്കുക അല്ലേ, മിഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈസ്റ്റ് അല്ലേ. അപ്പോൾ ഈസ്റ്റാണ് വരിക. ഓക്കെ, റഹാൻ്റെയും അഹാൻ്റെയും വീട്ടിൽ നിന്ന് എന്താണ് ഈസ്റ്റിലേക്കാണ് എന്താക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അല്ലേ. ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ റാഹൻസ് ഹൗസ് ഈസ് ദ സ്കൂൾ. ഏത് ഡയറക്ഷനിലാണ് ഈ റാഹൻ്റെ ഹൗസിൻ്റെ ഏത് ഡയറക്ഷനിലാണ് സ്കൂളുള്ളത്. ഏതാണ് റഹാൻ്റെ അല്ലേ, ഇതാണ് റഹാൻ അല്ലേ. റഹാൻ്റെ ഏത് ഡയറക്ഷനിലാണ് സ്കൂളുള്ളത്, ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് അല്ലേ. അപ്പോൾ ഏതാണ് ചിത്രത്തിൽ നോക്ക്, നോർത്ത്. ഓക്കെ, നോർത്താണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ ഹോസ്പിറ്റൽ. ഈസ് ഇറ്റ് എക്സാക്ട്ലി ഓൺ ദ ഈസ്റ്റ്. അപ്പോൾ നോക്കിയേ, ഹോസ്പിറ്റലിൽ സ്കൂളിൻ്റെ ഏത് ഡയറക്ഷനിലാണ് ഹോസ്പിറ്റൽ നോക്കിയേ, ഇതാണ് സ്കൂൾ അല്ലേ. ഈ സ്കൂളിൻ്റെ ഏത് ഡയറക്ഷനിലാണ് ഹോസ്പിറ്റൽ, ഈ ഭാഗത്താണ് അല്ലേ. അപ്പോൾ അത് ഈസ്റ്റ് നോക്കിയേ, ഇത് ഈസ്റ്റിലാണോ, അല്ല അല്ലേ. അപ്പോൾ ഇത് നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഇങ്ങനെ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഏതാണ്
ഇതാണെങ്കിൽ എന്താണ് ഈ ചിത്രം നോക്കിയാൽ ഇത് നേരെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈസ്റ്റ് അല്ലേ, നേരെ താഴോട്ട് പോവുകയാണെങ്കിൽ സൗത്ത് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ സൈഡിൽ കൂടി അല്ലേ, ഈസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും ഇടയിൽ അത് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സൗത്ത് ഈസ്റ്റ് ആണ് അല്ലേ, എന്താണ് സൗത്ത് ഈസ്റ്റ് ആണ് എന്ത് ഈ സ്കൂളിൻ്റെ ഏത് ഡയറക്ഷനിലാണ് ഹോസ്പിറ്റൽ ചെയ്ത് ചോദിച്ചാൽ എന്താണ് സൗത്ത് ഈസ്റ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുക കേട്ടോ. വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ ലൈബ്രറി സൗത്ത്, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഈസ് ദ ലൈബ്രറി വെസ്റ്റ്, ഇൻ വിച്ച് ഡയറക്ഷൻ അഹാന ആൻഡ് റഹാൻ ട്രാവൽ ടു റീച്ച് ദിസ് ഹോസ്പിറ്റൽ ഫ്രം ദെയർ ഹൗസ് ഈസ്റ്റ്, പിന്നെ ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് റാഹൻസ് ഹൗസ് ഈസ് ദ സ്കൂൾ ഏതാണ് നോർത്ത് അല്ലേ. റാൻ്റെ ഹൗസിലേക്ക് സ്കൂളിലേക്കുള്ളത് ഏതാണ് നോർത്ത്, പിന്നെ മറ്റേതാണ് സൗത്ത് ഈസ്റ്റ് കേട്ടോ. സൗത്ത് ഈസ്റ്റ് എന്നിങ്ങനെ എഴുതിയാൽ മതിയേ. ഇനി നിങ്ങൾക്ക് എന്താക്കുക, ഫ്രെയിം മോർ ക്വസ്റ്റ്യൻസ്, ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അത് നോക്കിയിട്ട് നെക്സ്റ്റ് എന്താണ് മാപ്പ് ഓഫ് നൂൽപുഴ ഗ്രാമപഞ്ചായത്ത്. നൂൽപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മാപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. നോക്കൂ, സുൽത്താൻ ബത്തേരിയാണ് ഇവിടെ അല്ലേ, ഇതിവിടെ മൈസൂർ കർണാടക ഇവിടെ വരുന്നത് അല്ലേ. നമ്മളെ ഇത് നോക്കിയാൽ മാപ്പ് എങ്ങനെയാണ്, മുകളിൽ നോർത്ത്, ഇത് സൗത്ത്, ഇവിടെ വെസ്റ്റ്, ഇവിടെ ഈസ്റ്റ്. അതെപ്പോഴും നമ്മൾ ഓർമ്മ ഇതുണ്ടായിരിക്കണം കേട്ടോ. അത് കാണാപ്പാടെ തന്നെ നിങ്ങൾ പഠിക്കണം. ആദ്യം എന്താക്കുക, ഒരു പ്ലസ് വരയ്ക്കുക, എന്നിട്ട് ഒരു പ്ലസ് ഇങ്ങോട്ട് വരയ്ക്കുക, പ്ലസ് വരയ്ക്കുക. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നോർത്ത്, ഇവിടെ എന്താണ് സൗത്ത്. ഇതെപ്പോഴും നിങ്ങൾ എന്താക്കുക മൈൻഡിലുണ്ടാവണം, പഠിക്കണം കേട്ടോ. നോർത്ത് സൗത്ത്, പിന്നെ ഇവിടെ എന്താണ് ഇവിടെ വെസ്റ്റാണ്, ഇവിടെ വെസ്റ്റ്, ഇവിടെ എന്താണ് ഈസ്റ്റ് അല്ലേ, ഇവിടെ ഈസ്റ്റ്. കണ്ടോ, ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഒരു പ്ലസ് ഇട്ടിട്ട് മുകളിൽ നോർത്ത്, ഇത് സൗത്ത്, പിന്നെ ഇവിടെ വെസ്റ്റ്, ഇത് ഈസ്റ്റ്. ഓക്കെ. ഇനി എന്താ നമുക്ക് നോക്കാം, എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ഇവിടെ 1 2 3 അല്ലേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇങ്ങനെ ഡാർക്ക് ചെയ്തിട്ട് എന്താണ് സ്റ്റേറ്റ് ബൗണ്ടറി, വാർഡ് ബൗണ്ടറി, എന്താണ് പഞ്ചായത്ത് റോഡിൻ്റെ ഇത് അല്ലേ. പിന്നെ നാഷണൽ ഹൈവേ ആണ് റെഡ് കേട്ടോ. പിന്നെ റിവറാണ് എന്ത് അതിലെ പോകുന്നതാണ് റിവർ അല്ലേ. പിന്നെ പാഡി ഫീൽഡാണ് ഈ കുത്തുള്ളത് അല്ലേ, ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ എന്താ സ്കൂളുണ്ട് അല്ലേ, സ്കൂളിൻ്റെ ചിഹ്നമാണിത് അല്ലേ, അതിൻ്റെ സിമ്പിളാണ്. ഹോസ്പിറ്റലിൻ്റെ സിമ്പിളാണ് എന്ത് പ്ലസ്. ഇവിടെ ഹോസ്പിറ്റലുകൾ നോക്കിയാൽ ഇവിടെ കിടക്കുന്നത് അല്ലേ, കണ്ടോ ഇവിടെയാണ് ഹോസ്പിറ്റൽ അല്ലേ. ദെൻ നെക്സ്റ്റ് പഞ്ചായത്ത് ഓഫീസ് ഈ ചിഹ്നത്തിലാണ്, സിമ്പലിലാണ്. പ്ലേ ഗ്രൗണ്ട് ഈ സിമ്പലിലാണ്. പോണ്ട് റൗണ്ട് അല്ലേ. പിന്നെ ഫോറസ്റ്റ് ഇങ്ങനെ അല്ലേ, അതാണ് എന്ത് സിമ്പൽ തന്നിരിക്കുന്നത് അല്ലേ. ഈ ഭാഗത്ത് നെന്മണിയാണ്, ഈ ഭാഗത്ത് നീലഗിരി തമിഴ്നാടാണ് അല്ലേ. ദെൻ ഇവിടെ let us observe the map of Nulpura, the Grama Panchayat in Kerala which shares its border with both Tamil Nadu and Karnataka അല്ലേ. നമുക്ക് എന്താണ് നൂൽപ്പുഴൻ്റെ മാപ്പ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മാപ്പ് നോക്കിയാൽ എന്താണ് കേരളത്തിലുള്ളതാണ്. അതെന്താണ് അതിൻ്റെ മാപ്പ് നോക്കിയാൽ എന്താണ് അതിൻ്റെ ബോർഡർ തമിഴ്നാടും കർണാടകയും ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കിയാൽ ഇതാണ് നൂൽപ്പുഴ പഞ്ചായത്ത് അല്ലേ. അതിൻ്റെ എന്താണ് ബോർഡർ എന്താണ് ഇവിടെ കർണാടക ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ അതിൻ്റെ ബോർഡർ. പിന്നെ എന്താണ് ഇവിടെ തമിഴ്നാടും ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഏതൊക്കെയാണ് ബോർഡർ വരുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, കർണാടകയും തമിഴ്നാടും. ഓക്കെ, ബോർഡറാണ് സ്റ്റേറ്റ് ബൗണ്ടറി ആണ് ഈ ഡാർക്കായി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ കർണാടകയും തമിഴ്നാടും എന്താണ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ അതിൻ്റെ ബോർഡർ. There are 17 wards in നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. കണ്ടല്ലോ ഓരോ വാർഡുകളാണ് അല്ലേ, നമ്പേഴ്സ് കണ്ടല്ലേ അവിടെ. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ, 70 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 70 വാർഡുകളാണ് അല്ലേ, നമ്മളെ നാട്ടിലുള്ള വാർഡുകൾ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇത്രയും വാർഡുകളാണ് നമ്മൾ അവിടെ തന്നിരിക്കുന്നത് അല്ലേ. 17 വാർഡുകളാണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലുള്ളത്. വിച്ച് ആർ ദ വാർഡ്സ് ദാറ്റ് ഹാവ് സ്കൂൾ. ഏത് വാർഡിലാണ് സ്കൂളുള്ളത് നോക്കൂ ഏത് വാർഡിലാണ് സ്കൂളുള്ളത്, 5-ലല്ലേ, 5-ലാണ് എന്ത് സ്കൂളുള്ളത് അല്ലേ. സോറി, ഞാൻ ഹോസ്പിറ്റലുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, 5-ലുള്ളത്. പക്ഷെ എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ സ്കൂളാണ് അല്ലേ. സ്കൂളിൻ്റെ സിമ്പൽ ഏതാന്ന് നോക്കിയേ, ഇതാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ വാർഡിലാണ് എന്ത് സ്കൂളുള്ളത്, ഇവിടെ അല്ലേ 6-ലുണ്ട് അല്ലേ, 6-ലുണ്ട്. പിന്നെ 6, പിന്നെ 8-ലുണ്ട്. പിന്നെ എവിടെയുള്ളത് അതാ സ്കൂളിൽ 10 വാർഡിലുണ്ട്. പിന്നെ 14th വാർഡിലുണ്ട് സ്കൂള്. പിന്നെ എവിടെയുള്ളത് 16th വാർഡിൽ സ്കൂളുണ്ട് അല്ലേ. പിന്നെ 17th വാർഡിൽ എന്താണ് സ്കൂളുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് സ്കൂളുള്ള ഇത്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ, എവിടെയൊക്കെയാണ് 6-ലുണ്ട്, 8-ല്, പിന്നെ എന്താണ് 10-ല്, 14-ല്, 16-ല്, 17-ല് ഈ വാർഡുകളിലൊക്കെയാണ് എന്ത് സ്കൂളുള്ളത് അല്ലേ.
ദെൻ നെക്സ്റ്റ് നോക്കിയേ, അടുത്ത ചോദ്യം എന്തായാലും വരുന്നത്, വിച്ച് ആർ ദ വാർഡ്സ് ദാറ്റ് ഹാവ് പാഡി കൾട്ടിവേഷൻ. പാഡി കൾട്ടിവേഷനുള്ള വാർഡ്സ് ഏതാണെന്ന് വെച്ചിരിക്കും. പാഡി കൾട്ടിവേഷൻ എന്താണെന്ന് നോക്കിയാൽ ഏതാണ് ഈ ഇത് അല്ലേ. ഒന്നാം വാർഡിൽ പാഡി കൾട്ടിവേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇത് പറയാം അല്ലേ, ഒന്നാം വാർഡ്. ഒന്ന് ഇത് പറയാം. ഓക്കെ, ഒന്നാം വാർഡ്. പിന്നെ വേറെ എവിടെ ഉള്ളത് നോക്കിയേ, 13th വാർഡിലുണ്ട്, പിന്നെ 15th വാർഡിലുണ്ട് അല്ലേ. ഇതൊക്കെ പാഡി കൾട്ടിവേഷൻ ആണ് അല്ലേ. അപ്പോൾ 1ഉം 13ഉം 15ഉം വേറെ എവിടെയും ഉണ്ടോ നോക്ക്, ഉണ്ടെങ്കിൽ അടയാളപ്പെടുത്തുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇൻ വിച്ച് വാർഡ് ഈസ് എ ഹോസ്പിറ്റൽ സിറ്റുവേറ്റഡ്. ഹോസ്പിറ്റൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏതാണ്, 5th വാർഡ് അല്ലേ. ഹോസ്പിറ്റൽ ഇതാണ്, ഈ ചിഹ്നമാണ് അല്ലേ. അപ്പോൾ പ്ലസ് ഉള്ള ചിഹ്നം ഏതാണ്, 5th വാർഡിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ 5th വാർഡിൽ എടുക്കാം. ഏതാണ്, 5th വാർഡ്. ഇവിടെ ഇത് 5th വാർഡല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, വിച്ച് ആർ ദ വാർഡ്സ് ത്രൂ റിവർ ഫ്ലോസ്. ഏതിലൂടെയൊക്കെയാണ് പുഴ ഒഴുകുന്നത്, പുഴ ഏതാണ്, റിവർ ഇതിലെ ബ്ലൂ കളർ. അപ്പോൾ പുഴ ഒഴുകുന്നത് നോക്കി ഏതൊക്കെയാണ്, ഇവിടെ വരുന്നത്, ഇതിലൂടെയൊക്കെ പോകുന്നുണ്ട് അല്ലേ. നമുക്ക് വേറെ എവിടെ വരുന്നത് നോക്കിയാൽ ഈ ഓർഡറിൽ തന്നെ പോകാം അല്ലേ. നമുക്ക് ആദ്യം 10, 9, 8 അല്ലേ. ഇവിടെ 10 ഉണ്ട്, ഈ വാർഡിലൂടെ പോകുന്നുണ്ട് അല്ലേ പുഴ. പിന്നെ എന്താണ്, ഇതിലൂടെ പോകുന്നുണ്ട് അല്ലേ, 9ലൂടെ പോകുന്നുണ്ട്, പിന്നെ 8ലൂടെ പോകുന്നുണ്ട് അല്ലേ, പിന്നെ 7ലൂടെ പോകുന്നുണ്ട്, 6ലൂടെ പോകുന്നുണ്ട്, പിന്നെ പോകുന്നത് 14ലൂടെ പോകുന്നുണ്ട്, പിന്നെ അതാണ് 16ലൂടെ പോകുന്നുണ്ട്, പിന്നെ 15ലൂടെയും പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓർഡർ ആക്കി എങ്ങനെ പറയാം, 6, 7, 8, 9, 10, പിന്നെ എന്താണ് 16, 15, 16 അല്ലേ. ഓർഡറാക്കി വേണം അങ്ങനെ പറയാം. പക്ഷെ നമുക്ക് എന്താണ് ഈ പുഴ പോകുന്നത് നോക്കിയിട്ട് ഇങ്ങനെ നമ്പർ എഴുതാം കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഈ പുഴ ഒഴുകുന്നതാണല്ലോ ബ്ലൂ കളറിലൂടെ, അതിലൂടെയൊക്കെയാണ് ഈ പുഴ ഒഴുകുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കിയേ, ഫ്രെയിം മോർ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കേട്ടോ. ഇനിയും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാം, പല ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാം അല്ലേ. ഇവിടെ ഏത് എവിടെയാണ് പോണ്ട് ഉള്ളത് അല്ലേ. അപ്പോൾ 1ാം വാർഡിൽ അല്ലേ, ഇവിടെ പോണ്ട് കിടക്കുന്നത്. വേറെ എവിടെയെങ്കിലും പോണ്ട് ഉണ്ടോ, ഇല്ല. പിന്നെന്താണ്, പഞ്ചായത്ത് ഓഫീസ് ഏത് വാർഡിലാണ് ഉള്ളത്, ഇവിടെ അല്ലേ. പഞ്ചായത്ത് ഓഫീസ് 16th വാർഡിലാണ് പഞ്ചായത്ത് ഓഫീസ് ഉള്ളത്. പിന്നെ പ്ലേ ഗ്രൗണ്ട് ഉള്ള വാർഡ് ഏതാണ്, 17th അല്ലേ. ഇവിടെ അല്ലേ പ്ലേ ഗ്രൗണ്ട്. പിന്നെന്താണ്, ഫോറസ്റ്റ് ഉള്ള വാർഡുകൾ ഏതൊക്കെയാണ്, ഇവിടെ ഉള്ള അല്ലേ. 1, 2, 3, 4, 7, 8, 9, 10 അല്ലേ. ഇതിലൊക്കെ എന്താണ് ഫോറസ്റ്റ് ഉള്ള വാർഡ് ഏതാണെന്ന് ചോദിക്കുക. നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക അല്ലേ. പിന്നെ ഏതാ ചോദിക്കുന്നത്, നമുക്ക് നാഷണൽ ഹൈവേ പോകുന്ന റോഡ് ഏതാണ് അല്ലേ. നാഷണൽ ഹൈവേ റോഡ് ഏതാണ്, ഇതില്ലേ ഈ ഗ്രെഡ് അല്ലേ. അപ്പോൾ 17, പിന്നെന്താണ് 16, പിന്നെന്താണ് ഇതിലൂടെയൊക്കെ പോകുന്നുണ്ടെന്ന് പറയാം അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഫ്രം ദ മാപ്പ് വാട്ട് ഹെൽപ്ഡ് us to find out the school and paddy field. ഈ സ്കൂളിൽ നിന്ന്, ഈ മാപ്പിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ സ്കൂൾ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ വാർഡിലുണ്ട്, അതുപോലെ പാഡി ഫീൽഡ് ഏതൊക്കെ വാർഡിലുണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ സ്കൂളോ ആണെങ്കിലും പാഡി ഫീൽഡൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിച്ചതിൽ ഏതാണ്, ഈ സിമ്പിൾസ് ആണ് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ഈ സിമ്പിൾസ് നോക്കിയല്ലേ നമ്മൾ ഏത് വാർഡിലൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ്, സിമ്പിൾസ് ആണ് നമ്മൾ എന്താക്കുന്നത് അവിടെ നമ്മളെ സഹായിച്ചിരിക്കുന്നത് അല്ലേ. Then there are signs and symbols to mark buildings, water bodies, modes of transport, agricultural resources, forest and wildlife sanctuary in a map. These are known as index of a map. അപ്പോൾ എന്താണ്, നമുക്ക് ഈ ബിൽഡിങ് മാർക്ക് ചെയ്യാൻ, വാട്ടർ ബോഡീസും വെള്ളത്തിൻ്റെ അല്ലേ, അതായത് പോണ്ട്, വെല്ല്, റിവർ അതൊക്കെ അല്ലേ, അതും പിന്നെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, പിന്നെ അഗ്രികൾച്ചറൽ റിസോഴ്സസ്, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലേ, അതൊക്കെ മാപ്പിലുള്ളതൊക്കെയാണ് അല്ലേ. അതൊക്കെ എന്താണ് നമ്മൾ എന്താണ് സൈനോ അല്ലെങ്കിൽ സിമ്പലോ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലേ. ഇതിനെ പറയുന്നതാണ് ഇൻഡെക്സ് ഓഫ് എ മാപ്പ് എന്ന് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ സിമ്പൽ എന്താണ് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്, സൈനോ സിമ്പലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഇൻഡെക്സ് ഓഫ് എ മാപ്പ് എന്നാണ് പറയുക കേട്ടോ. എന്താണ് ഇൻഡെക്സ് ഓഫ് എ മാപ്പ്. നമ്മൾ എന്താണ് കിണറാണെങ്കിലും റോഡാണെങ്കിലും അതുപോലെ എന്താണ് ഫോറസ്റ്റ് ആണെങ്കിലും ഒക്കെ എന്താണ് നമ്മൾ സിമ്പിൾസ് സയൻസൊക്കെ വെച്ചല്ലേ ചെയ്യുന്നത്, അതിനെ ഇൻഡെക്സ് ഓഫ് എ മാപ്പ് എന്നാണ് പറയുക. ഓക്കെ, ദെൻ എക്സാമിൻ ദ മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് വാർഡ്.
ഇനി നിങ്ങൾക്ക് എന്താണ് മാപ്പ് നോക്കിയിട്ട് എന്താണ് ഓരോ വാർഡിൻ്റെയും ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം വാർഡിൽ എന്താണുള്ളത്? പാഡി ഫീൽഡും ഫോറസ്റ്റ് ഏരിയാസും ഉണ്ട് അല്ലേ. ഇനി രണ്ടാം വാർഡിലുള്ള എന്താണെന്ന് നോക്കിയേ. എന്താണ് രണ്ടാം വാർഡിലുള്ളത്? ഫോറസ്റ്റ് ഉണ്ട് അല്ലേ. പിന്നെ മൂന്നാം വാർഡിൽ എന്താണുള്ളത്? ഫോറസ്റ്റ്. നാലാം വാർഡിലും ഫോറസ്റ്റ് ഉണ്ട് അല്ലേ. അഞ്ചാം വാർഡിൽ ഫോറസ്റ്റും ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലും ഉണ്ട്. ആറാം വാർഡിലുള്ളതോ? ഫോറസ്റ്റ് ഇല്ല അല്ലേ. ആറിൽ പറ്റില്ലല്ലോ, അവിടെ ഉള്ളത് സ്കൂളാണ് അല്ലേ. ഇനി ഏഴാം വാർഡിലുള്ളത് ഫോറസ്റ്റ് ആണ്. എട്ടാം വാർഡിലുള്ളത് എന്താണ്? ഫോറസ്റ്റും ഉണ്ട്, സ്കൂളും ഉണ്ട്. ഒമ്പതാം വാർഡിലുള്ളത് എന്താണ്? ഏഴാം വാർഡിൽ റിവറും ഉണ്ട് കേട്ടോ. ഏഴാം വാർഡിൽ റിവർ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ എട്ടാം വാർഡിൽ റിവറും ഉണ്ട്, സ്കൂളും ഉണ്ട്, ഫോറസ്റ്റും ഉണ്ട്. പിന്നെ ഒമ്പതാം വാർഡിൽ റിവറും ഉണ്ട്, ഫോറസ്റ്റും ഉണ്ട് അല്ലേ. പത്താം വാർഡിലോ? റിവറും ഉണ്ട്, ഫോറസ്റ്റും ഉണ്ട്, അതുപോലെ എന്താണ്? സ്കൂളും ഉണ്ട് അല്ലേ. ഇനി 11ാം വാർഡിലോ? അവിടെ ഇതിവിടെ ഉള്ള ഈ സിമ്പിൾസ് ഒക്കെ നോക്കാം കേട്ടോ. ഒക്കെ നോക്കി നമുക്ക് പറയാം അല്ലേ. പിന്നെ അതിൽ നിങ്ങൾക്ക് എന്താക്കാം? നോക്കിയിട്ട് എന്താക്കുക? എഴുതാം അല്ലേ. അപ്പോൾ നോക്കൂ, ഒന്നിലുള്ളത് പാഡി ഫീൽഡും ഫോറസ്റ്റ് ഏരിയാസും അല്ലേ. സെക്കൻഡിലുള്ളത് ഫോറസ്റ്റും പഞ്ചായത്ത് റോഡുണ്ട്. തേർഡിൽ ഫോറസ്റ്റ് പഞ്ചായത്ത് റോഡ്. ഫോർത്തിൽ ഫോറസ്റ്റും പഞ്ചായത്ത് റോഡും. ഫിഫ്ത്തിൽ ഫോറസ്റ്റും പഞ്ചായത്ത് റോഡും ഫോറസ്റ്റും ഉണ്ട്. പിന്നെ റിവറും അല്ലേ. പിന്നെ ഫിഫ്ത്തിൽ റിവർ ഇല്ലേ, നോക്കുക. സിക്സ്ത്തിൽ സ്കൂൾ പഞ്ചായത്ത് റോഡ് റിവർ. സെവൻത്തിൽ ഫോറസ്റ്റ് റിവർ പഞ്ചായത്ത് റോഡ്. എയ്ത്തിൽ സ്കൂൾ ഫോറസ്റ്റ് പഞ്ചായത്ത് റോഡ്, പിന്നെ എന്താണ്? നാഷണൽ ഹൈവേ അല്ലേ. പിന്നെ 9th ഫോറസ്റ്റ് റിവർ പഞ്ചായത്ത് റോഡ്. 10th സ്കൂൾ പഞ്ചായത്ത് റോഡ് റിവർ ഫോറസ്റ്റ് അല്ലേ. 11th പഞ്ചായത്ത് റോഡ്. 12th പഞ്ചായത്ത് റോഡ്. 13th പാഡി ഫീൽഡ് പഞ്ചായത്ത് റോഡ്. 14th സ്കൂൾ പഞ്ചായത്ത് റോഡ് റിവർ. 15th പാഡി ഫീൽഡ് പഞ്ചായത്ത് റോഡ് റിവർ അല്ലേ. പിന്നെ 16th സ്കൂൾ പഞ്ചായത്ത് റോഡ്, പിന്നെന്താണ്? പഞ്ചായത്ത് ഓഫീസ് ഉണ്ട് അല്ലേ, റിവറും. പിന്നെന്താണ് 16th 17th പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, പഞ്ചായത്ത് റോഡ് ഉണ്ട്, സ്കൂളുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട് അല്ലേ. ഓക്കെ. പിന്നെ ഒന്നിലെന്താണ്? ഇതും ഉണ്ട് കേട്ടോ, പോണ്ടും ഉണ്ട്, അതും എഴുതുക കേട്ടോ. ഓക്കെ. പിന്നെന്താ വിട്ടുപോയത് നോക്കുക, നിങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? അപ്പോൾ ഇവിടെ ഇതാണ് എഴുതുന്നത്. Then examine the map of Gram Panchayat in which your school is located and find out the features. ഇനി നിങ്ങൾ എന്താക്കുക? നിങ്ങളെ ഗ്രാമപഞ്ചായത്തിലുള്ള നിങ്ങളെ മാപ്പ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് ഇൻ വിച്ച് യുവർ സ്കൂൾ ഈസ് ലൊക്കേറ്റഡ്. നിങ്ങൾ സ്കൂൾ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ മാപ്പ് എക്സാമിൻ ചെയ്തിട്ട് എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സ്കൂൾ നിൽക്കുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിലാണെന്നും അതിൻ്റെ ഫീച്ചർ എന്തൊക്കെയാണെന്നൊക്കെ എഴുതുക, അവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ എഴുതുക കേട്ടോ. ദെൻ ത്രൂ കേരള, ഇനി കേരളത്തിലൂടെ. അപ്പോൾ നമ്മളെന്താണ് ആദ്യം നമ്മൾ മാപ്പ് എപ്പോഴും വരയ്ക്കുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ ഒരു പ്ലസ് ഇട്ടിട്ട് മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഇവിടെ വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എക്സാമിൻ ദ മാപ്പ് ഗിവൺ ബിലോ. ഇനി കേരളത്തിൻ്റെ മാപ്പാണ് തന്നിരിക്കുന്നത് അല്ലേ. ഈ കേരളത്തിൻ്റെ ഈ ഭാഗം കർണാടകയാണ്, ഇത് തമിഴ്നാടാണ് അല്ലേ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം അല്ലേ. ഇവിടെ എന്താണ്? അറേബ്യൻ സീ ആണ് അല്ലേ. പിന്നെ നോക്കിയാൽ അതിലുള്ള സിമ്പിളുകൾ നോക്കിയാൽ എയർപോർട്ടാണെന്ത് ഈ പ്ലെയിൻ്റെ ചിഹ്നത്തിലുള്ളത് അല്ലേ, സിമ്പിളുള്ളത്. ഇത് സീ പോർട്ടാണ് അല്ലേ, ഷിപ്പിൻ്റെ സിമ്പിളുള്ളത് സീ പോർട്ടാണ്. സ്റ്റേറ്റ് ബൗണ്ടറി ആണ് എന്ത് ഈ ബ്ലാക്ക് കട്ടിയിലുള്ളത് അല്ലേ. പിന്നെ തിന്നായിട്ടുള്ളത് ഡിസ്ട്രിക്ട് ബൗണ്ടറി ആണ്. പിന്നെ എന്താണ്? ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഈ റൗണ്ട് വരുന്നത്. പിന്നെ എന്താണ്? ഈ ഡോട്ട് ലൈൻ എന്താണ്? റെയിൽവേ ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ ഏതൊക്കെയാണ് എയർപോർട്ടുകൾ വരുന്നത് നോക്കിയേ. തിരുവനന്തപുരത്ത് എയർപോർട്ട് ഉണ്ട്, എറണാകുളത്ത് എയർപോർട്ട് ഉണ്ട്, മലപ്പുറത്ത് എയർപോർട്ട് ഉണ്ട്, കണ്ണൂർ എയർപോർട്ട് ഉണ്ട് അല്ലേ. പിന്നെ അതുപോലെ പിന്നെന്താ ഇവിടെ ഉള്ളത്? സീ പോർട്ട് ഉള്ളതോ? സീ പോർട്ട് ഉള്ളത് തിരുവനന്തപുരമാണ്. പിന്നെ ഇവിടെ വരുന്നത് എറണാകുളത്ത് വരുന്നുണ്ട് അല്ലേ. പിന്നെ കോഴിക്കോട് ഉണ്ട് സീ പോർട്ട് അല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യുക അല്ലേ. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ഇൻ ദ അറേബ്യൻ സീ. അപ്പോൾ ഇത് ആദ്യം ചോദിച്ചിരിക്കുന്നതാണ് കേരള സ്റ്റേറ്റിൻ്റെ ഏത് ഡയറക്ഷനിലാണ് അറേബ്യൻ സീ? ദ അറേബ്യൻ സീ ഇവിടെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഈ ഭാഗത്താണ് അല്ലേ. ദിസ് കേരള ആണെങ്കിൽ ഈ ഭാഗത്ത് എന്താണ്? വെസ്റ്റിലാണ് എന്ത്? അറേബ്യൻ സീ വരുന്നത് അല്ലേ. കേരളത്തിൻ്റെ വെസ്റ്റ് ഭാഗമാണെന്ത്? അറേബ്യൻ സീ. ഇനി നെയിം ദ ഡിസ്ട്രിക്ട് ഓഫ് സൗത്തേൺ എൻഡ് ഓഫ് കേരള. സൗത്തേൺ എൻഡ് ഓഫ് കേരള, കേരളത്തിൻ്റെ സൗത്തേൺ എൻഡ് ഉള്ള ഏതാണ്? ഏത് ഡിസ്ട്രിക്റ്റാണ്? തിരുവനന്തപുരം അല്ലേ. താഴെ അതേതാണ്? തിരുവനന്തപുരം അല്ലേ. ദെൻ
വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട് ഹാവ് എയർപോർട്ടുള്ള ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ അല്ലേ? ദെൻ നെക്സ്റ്റ് എന്താണ്? വിച്ച് ഡിസ്ട്രിക്ട് വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട് ഹാവ് സീപോർട്ടുള്ള ഏതൊക്കെയാണ്? തിരുവനന്തപുരത്തുണ്ട്, പിന്നെ എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട് അല്ലേ? ദെൻ നെക്സ്റ്റ് ആ സിമ്പിൾ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെന്താണ്? സീപോർട്ട് അല്ലേ? ഈ വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട് ഡു നോട്ട് ഹാവ് റെയിൽവേ ലൈൻസ് ഇല്ലാത്തത്, റെയിൽവേ ലൈൻസ് എന്താ ഇതാണ് അല്ലേ? ഡോട്ട് ആണ് അല്ലേ? അതില്ലാത്ത ഡിസ്ട്രിക്ട് ഏതാണ്? ഇവിടെയൊക്കെ ഉണ്ടല്ലേ? തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ആലപ്പുഴയുണ്ട്, പത്തനംതിട്ട ഒന്ന് പോകുന്നുണ്ട്, കോട്ടയത്ത് പോകുന്നുണ്ട്, അതിനെ പോകുന്നുണ്ട് അല്ലേ? എറണാകുളത്ത്. ഇടുക്കിയില്ല അല്ലേ? ഇടുക്കിയില്ല. പിന്നെന്താണ്? ഇവിടെയൊക്കെ ഉണ്ട്. വയനാടില്ല അല്ലേ? അപ്പോൾ ഇടുക്കിയും വയനാടും ആണെന്ത് ഈ റെയിൽവേ ഇല്ലാത്തത് കേട്ടോ. ഡു നോട്ട് ഹാവ് റെയിൽവേ ലൈൻസ് ഏതാണ്? ഇടുക്കിയും ഏതാണ്? വയനാടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട് ഷെയർ ദർ ബോർഡേഴ്സ് വിത്ത് തമിഴ്നാട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഏതൊക്കെയാണ്? തമിഴ്നാട് എവിടെയാ? ഇവിടെ അല്ലേ? അപ്പോൾ തമിഴ്നാട് ഷെയർ ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഏതൊക്കെയാണ്? വയനാട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം അല്ലേ? അതൊക്കെ എന്താണ്? തമിഴ്നാടുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ബോർഡർ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട് ഹാവ് സീഷോർ ഉള്ള തീരങ്ങളുള്ള അല്ലേ? സീഷോർ ഉള്ള ഡിസ്ട്രിക്ട് ഏതൊക്കെയാണ്? ഈ ഭാഗത്തുള്ളതൊക്കെ നോക്കാം അല്ലേ? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പിന്നെന്താ? മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അല്ലേ? പിന്നെന്താ അടുത്ത ക്വസ്റ്റിന്? പ്രിപ്പയർ ആൻഡ് ഹാൻഡ് റിട്ടൺ മാഗസിൻ അബൌട്ട് കേരള ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ കളക്റ്റഡ്. നിങ്ങൾക്ക് എന്താക്കാം? നിങ്ങൾ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു മാഗസിന് കേരളത്തെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? നമ്മളിതൊക്കെ സിമ്പിൾ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. സീപോർട്ടിൻ്റെ ഇവിടെ നോക്കിയിട്ട് അവിടെ സിമ്പിൾ നോക്കുക. സീപോർട്ട് ഇതാണല്ലേ? അപ്പോൾ ഇവിടെ ഇത് ഏത് സിമ്പിൾ എവിടെയൊക്കെയാണ് ഉള്ളത് നോക്കുക. തിരുവനന്തപുരത്തിൻ്റെ നേരെയുണ്ട് സീപോർട്ട്, പിന്നെ എറണാകുളത്തിൻ്റെ നേരെയുണ്ട് സീപോർട്ട്, പിന്നെ കോഴിക്കോടിൻ്റെ നേരെയുണ്ട് സീപോർട്ട് അല്ലേ? അപ്പോൾ സിമ്പിൾ നോക്കിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? നമ്മൾ ഈ മാപ്പിൽ നിന്ന് നമ്മൾ എന്താക്കുന്നത്? എവിടെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ. ദെൻ റിവേഴ്സ് ഓഫ് കേരള. ഇനി കേരളത്തിലുള്ള റിവേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കേരള ഇസ് എ ലാൻഡ് വിത്ത് പ്ലെൻറ്റി ഓഫ് പാഡി ഫീൽഡ്, സ്ട്രീംസ്, റിവേഴ്സ്, ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ലേക്സ്. ദേ എൻഹാൻസ് ദ ചാം ഓഫ് അവർ സ്റ്റേറ്റ് അല്ലേ? കേരള എന്താ ലാൻഡാണല്ലോ. അവിടെ എന്താണ്? ഒരുപാട് പാഡി ഫീൽഡ് ഉണ്ട്, സ്ട്രീം ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, ലേക്സുകളൊക്കെ ഉണ്ട് അല്ലേ? ദേ എൻഹാൻസ് ദ ചാം ഓഫ് അവർ സ്റ്റേറ്റ് അല്ലേ? നമ്മൾ സ്റ്റേറ്റിന് എന്താണ്? നല്ല എന്താക്കുന്നത്? എൻഹാൻസ്ഡ് എന്താണ്? ചാം അല്ലേ? എന്താണ്? മനോഹാരിത വർദ്ധിപ്പിക്കുന്നത് എന്താണ്? ഇതൊക്കെയാണ് അല്ലേ? നമ്മളെ കേരളത്തിൽ എന്താണ്? ഒരുപാട് പാഡി ഫീൽഡ് ഉണ്ട് അല്ലേ? വയലുകളുണ്ട്, അരുവികളുണ്ട്, പുഴകളുണ്ട്, പിന്നെന്താണ്? തടാകങ്ങളുണ്ട്, പിന്നെന്താണ്? കായലുകളുണ്ട് അല്ലേ? ഇതൊക്കെയാണെന്ത്? നമ്മളെ ഈ സ്റ്റേറ്റിനെ നല്ല ഭംഗി വർദ്ധിപ്പിക്കുന്നത് അല്ലേ? There are 44 rivers in Kerala. How many rivers in Kerala? 44 rivers in Kerala. Okay. 41 rivers flow towards the west. 41 വെസ്റ്റിലേക്കും 3 rivers flow to east. 3 റിവേഴ്സ് എന്താണ്? ഈസ്റ്റിലേക്കുമാണ് ഒഴുകുന്നത് കേട്ടോ. അത് 44 റിവർ ഉണ്ട് കേരളത്തിൽ. അതിൽ 41 എന്താണ്? വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. 3 എന്താണ്? ഈസ്റ്റിലേക്കുമാണ് ഒഴുകുന്നത്. യൂസിങ് ദ മാപ്പ് ഗിവൺ ഇൻ ദ നെക്സ്റ്റ് പേജ്, ഫൈൻഡ് ഔട്ട് ദ റിവേഴ്സ് ദാറ്റ് ഫ്ലോ ടു ദ ഈസ്റ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ഫ്രം വിച്ച് ദേ ഒറിജിനേറ്റ്. പിന്നെ നിങ്ങൾക്ക് എന്താക്കുക? അടുത്ത പേജിലുള്ള മാപ്പ് നോക്കിയിട്ട് എന്താക്കുക? നമ്മളെ റിവേഴ്സ് ഈസ്റ്റിലേക്ക് ഒഴുകുന്ന റിവേഴ്സ് ഏതൊക്കെയാണെന്നും പിന്നെ ഏത് ഡിസ്ട്രിക്റ്റിലൂടെയാണ് ഇത് ഒഴുകുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വൈ ഡു മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഫ്ലോ ടുവാർഡ്സ് വെസ്റ്റ്? ഡിസ്കസ്. അപ്പോൾ എന്താണ് കൂടുതൽ റിവേഴ്സും വെസ്റ്റിലേക്ക് ഒഴുകുന്നതിൻ്റെ കാരണം എന്താണെന്നും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലൂടെയാണ് എന്താ ഈസ്റ്റിലേക്ക് ഒഴുകുന്നത് അല്ലേ? അപ്പോൾ നോക്കിയാൽ ഇതാണ് നമ്മളെ ചിത്രം അല്ലേ? ഇവിടെ വെസ്റ്റ്, ഈസ്റ്റിലേക്ക് ഒഴുകുന്നത് അല്ലേ? ഈസ്റ്റിലേക്ക് ഒഴുകുന്ന ഏതാണ്? ഇതാ മഞ്ചേശ്വരം റിവർ, പിന്നെ കബനി അല്ല അത് അങ്ങോട്ട് അല്ലേ? പിന്നെ ഏതാ? നോക്ക് ചിത്രത്തിലൂടെ നോക്ക്. അതിലൂടെയൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും? ഈ ചിത്രത്തിലൂടെ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എന്തുകൊണ്ടാണ് ഈസ്റ്റിലേക്ക് അത് ഒഴുകുന്നത് അല്ലേ? നമ്മൾ എന്താണ്? ചെരിവ് എങ്ങോട്ടാണ് നോക്കുക? കബനി റിവറൊക്കെ എന്താണ്? വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത് അല്ലേ? ചാലിയാറൊക്കെ വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത് അല്ലേ? ഓക്കെ.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലൂടെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ ബാക്ക് വാട്ടേഴ്സ് ഓർ ലേക്സ്. പിന്നെ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് കബനി റിവർ എന്താണ്, ഒറിജിനേറ്റഡ് ഫ്രം വയനാട് ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഭവാനി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്താണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റ് എന്നാണ്. പാമ്പാർ റിവർ ഒറിജിനേറ്റഡ് ഫ്രം ഇടുക്കി ഡിസ്ട്രിക്റ്റ്. നോക്കൂ, വൈ ഡു മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഫ്ലോ ടുവാർഡ്സ് വെസ്റ്റ്. കൂടുതൽ റിവേഴ്സ് എന്താണ് വെസ്റ്റിലേക്ക് ഒഴുകാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കാരണം എന്നൊക്കെ എന്താണ് വെസ്റ്റേൺ ഗേറ്റ്സ് ആർ ഓൺ ദ ഈസ്റ്റേൺ സൈഡ് ഓഫ് കേരള. കേരളത്തിലെ ഈസ്റ്റേൺ സൈഡിലാണ് എന്ത് വെസ്റ്റേൺ ഗാറ്റ്സ് വരുന്നത് അല്ലേ. ഈസ്റ്റേൺ സൈഡിലുള്ള കേരളത്തിലെ ഈസ്റ്റേൺ സൈഡിലാണ് എന്ത് വരുന്നത്, വെസ്റ്റേൺ ഗാറ്റ്സ് വരുന്നത്. റിവർ ഒറിജിനേറ്റഡ് ഫ്രം ദീസ് ഹൈ മൗണ്ടെയ്ൻസ്. ഈ ഹൈ മൗണ്ടെയ്ൻസ് എന്നാണ് എന്ത് റിവേഴ്സൊക്കെ എന്താണ് ഉത്ഭവിച്ചു വരുന്നത് അല്ലേ. സിൻസ് ദ ലാൻഡ് സ്ലോപ്സ് ഡൗൺ ടുവാർഡ്സ് ദ വെസ്റ്റ് ദ റിവേഴ്സ് നാച്ചുറലി ഫ്ലോ ഡൗൺ ഹിൽ ടു ദ അറേബ്യൻ സീ അല്ലേ. എന്താണ് ലാൻഡ് സ്ലോപ്പ് എന്താണ് വെസ്റ്റിലേക്കാണ് വരുന്നത് അല്ലേ. ചെരിവ് വരുന്നത് എന്താണ് വെസ്റ്റിലേക്കല്ലേ. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഒഴുകുന്നത് ചെരുവി താഴോട്ടേക്കല്ല വരുന്നത്. അപ്പോൾ എന്താണ് റിവേഴ്സ് നാച്ചുറലി ഫ്ലോ ഡൗൺ ഹിൽ ടു ദ അറേബ്യൻ സീ. അങ്ങനെ അറേബ്യൻസിലേക്ക് അത് ഒഴുകുന്നു അല്ലേ. നെക്സ്റ്റ് ബാക്ക് വാട്ടേഴ്സ് ഓർ ലേക്സ്. എന്താണ് ബാക്ക് വാട്ടേഴ്സ് ഓർ ലേക്സ് അല്ലേ. തടാകങ്ങളോ കായൽ അല്ലേ. കായലുകൾ എന്ന് പറയും അല്ലേ. എന്താണ് കായൽ എന്ന് കേട്ടില്ലേ, ബാക്ക് വാട്ടേഴ്സ്. ദർ ആർ 34 ബാക്ക് വാട്ടേഴ്സ് ഇൻ കേരള. കേരളത്തിൽ എത്രയാണ് 34 ബാക്ക് വാട്ടേഴ്സ് ഉണ്ട് കേട്ടോ. എത്ര ബാക്ക് വാട്ടേഴ്സ് ഉള്ളത്, 34 ബാക്ക് വാട്ടേഴ്സ് ഉണ്ട് അല്ലേ. എമംഗ് ദം സം ആർ ലാർജർ ദാൻ അതേഴ്സ് അല്ലേ. അതെന്താണ് ചിലത് മറ്റേതിൻ്റെയും കൂടുതൽ വലിയതാണ് അല്ലേ. ഔട്ട് ഓഫ് ദീസ് കൂടാതെ എന്താണ് 27 ആർ കണക്റ്റഡ് വിത്ത് ദ സീ. 27 എന്താണ് സിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദ റിമൈനിങ് 7 ആർ ഇൻലാൻഡ് ബാക്ക് വാട്ടേഴ്സ്. ബാക്കിയുള്ള 7 എന്താണ് ഈ സ്ഥലങ്ങളിലാണ് ഉള്ളത് കേട്ടോ ബാക്ക് വാട്ടേഴ്സ് ഉള്ളത്. 7 ഇൻലാൻഡ് ബാക്ക് വാട്ടേഴ്സ് ആണ്. 27 എന്താണ് സിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 7 എന്താണ് ഇൻലാൻഡ് ബാക്ക് വാട്ടേഴ്സ് ആണ് വരുന്നത്. ദെൻ ഈ മാപ്പ് നോക്കിയേ, നമ്മളെ മാപ്പ് എപ്പോഴും എന്താണ് നമ്മളെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഈസ്റ്റ് കേട്ടോ. ഇത് നോക്കിയാൽ മഞ്ചേശ്വരം റിവർ, അങ്ങനെ കുറച്ച് റിവേഴ്സ് ഉണ്ട് അല്ലേ. ഇത് വിച്ച് ആർ ദ റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ മോർ ദാൻ വൺ ഡിസ്ട്രിക്ട്. അപ്പോൾ ഏതൊക്കെ റിവേഴ്സ് ആണെന്ത് ഒരു ഡിസ്ട്രിക്റ്റിൽ കൂടുതലായിട്ട് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലൂടെ ഒഴുകുന്ന നദികൾ, അതായത് ഒന്നിലധികം ഡിസ്ട്രിക്റ്റിലൂടെ ഒഴുകുന്ന റിവേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ, പാമ്പ അല്ലേ, പമ്പ റിവർ ഉണ്ട്. പിന്നെ പെരിയാർ, ഭാരതപ്പുഴയൊക്കെ ഒഴുകുന്നുണ്ട് അല്ലേ. പിന്നെ ചാലിയാർ റിവർ ഒഴുകുന്നുണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെ നദികൾ റിവേഴ്സാണ്. അപ്പോൾ ഏതൊക്കെയാണ് പമ്പ റിവർ, പിന്നെ പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ അല്ലേ. അതൊക്കെ എന്താണ് ഒന്നിലധികം ഡിസ്ട്രിക്റ്റിലൂടെ എന്താക്കുന്നുണ്ട്, ഒഴുകുന്നുണ്ട് അല്ലേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, വിച്ച് ആർ ദ റിവേഴ്സ് ദാറ്റ് ഫ്ലോ ത്രൂ വൺ ഡിസ്ട്രിക്ട് ഓൺലി. ഒരു ഡിസ്ട്രിക്റ്റിലൂടെ മാത്രം ഒഴുകുന്ന ഏതാണ്, കരമന റിവർ. പിന്നെ ഏതാ ഇവിടെ വരുന്ന നോക്കൂ, കബനി റിവർ അല്ലേ. പിന്നെന്താണ് വളപട്ടണം റിവർ, മഞ്ചേശ്വരം റിവർ. ഓക്കെ, ഒറ്റ ഡിസ്ട്രിക്റ്റിലൂടെ ഒഴുകുന്നത് അല്ലേ. നെക്സ്റ്റ്, ആർ ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ആൻഡ് ലേക്സ്. അതുപോലെ എന്താണ് ലേക്സും റിവേഴ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടോ, ഉണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, റിവറും ലേക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. ഫ്ലോയിങ് അറ്റ് ലെങ്ത് അല്ലേ. എന്താണ് ഫ്ലോയിങ് അറ്റ് ലെങ്ത്, ഒരു എന്താണ് റിവർ നീളത്തിലാണ് ഒഴുകുക അല്ലേ. ലേക്ക് ആണെങ്കിലോ സ്പ്രെഡ് വൈഡ് അക്രോസ് ആൻ ഏരിയ അല്ലേ, പരന്നൊഴുകും ലേക്ക് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ വേറെന്താണ് അതിൻ്റെ ഇത് വരുന്നത്, പിന്നെ മൂവ്സ് കണ്ടിന്യൂസ്ലി അല്ലേ. എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അല്ലേ. ലേക്ക് ആണെങ്കിലോ സ്റ്റേ സ്റ്റിൽ, കുറച്ച് എന്താണ് അവിടെ നിൽക്കും അല്ലേ. നെക്സ്റ്റ് ഹാസ് എ സ്റ്റാർട്ടിങ് ആൻഡ് എ എൻഡിങ് പോയിന്റ്. എന്താ റിവറിന് ഒരു സ്റ്റാർട്ടിങ് പോയിന്റും ഉണ്ട്, അതുപോലെ എൻഡിങ് പോയിന്റും ഉണ്ട് അല്ലേ. പക്ഷേ ലേക്സിനാണ് എന്താ ഹാസ് നോ ഫ്ലോ ഇൻ ഡയറക്ഷൻ. എന്താണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ, എന്താണ് ഫ്ലോ ഇൻ ഡയറക്ഷൻ അതിനില്ല അല്ലേ. ഓക്കെ, അതാണ് ഇത് റിവറും ലേക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി എന്താണെന്ന് നോക്കിയേ, ഇനി ലെറ്റസ് ആക്സസ് ആണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ടിക്ക് മാർക്ക് അഗേൻസ്റ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ.
നോക്കൂ, ഇവിടെ നമുക്ക് ഈ മാപ്പ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മുകളിൽ നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഈസ്റ്റ്. ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം അത് എപ്പോഴും. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചിന്തിച്ചാൽ നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം അല്ലേ. നമ്മളെ മുകൾ ഭാഗം ഇനി വേണമെങ്കിൽ ചിന്തിക്കുക എങ്ങനെയാണ് നമ്മൾ മുകൾ ഭാഗം അല്ലേ. നോർത്ത് പറയുന്നത് നോസ് നമ്മളെ തലൻ്റെ മേലെ, തലൻ്റെ ആ ഭാഗത്തല്ലേ വരുന്നത്. അപ്പോൾ നോർത്ത് അങ്ങനെ ചിന്തിക്കുക. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത്. പിന്നെ എന്താണ് ഈ ഭാഗം വെസ്റ്റ്, ഈ ഭാഗം ഈസ്റ്റ് കേട്ടോ. ദെൻ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കിയാൽ, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് കോളേജ് ഈസ് ദ മ്യൂസിയം സിറ്റുവേറ്റഡ്. ഇനി എന്താണ് കോളേജിൻ്റെ ഏത് ഡയറക്ഷനിലാണ് മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോളേജ് എവിടെ, ഇതാണ് കോളേജ് അല്ലേ. കോളേജിൻ്റെ ഏത് ഭാഗം മ്യൂസിയം എവിടെയാന്ന് നോക്കിയേ. മ്യൂസിയം എവിടെ, ഇതല്ലേ മ്യൂസിയം. ഇത് മ്യൂസിയം അല്ലേ. അപ്പോൾ ഏത് ഭാഗം, ഇത് കോളേജ്, ഇത് മ്യൂസിയം. അപ്പോൾ ഏതാണ് നമ്മളെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു, ഇതിൻ്റെ സൈഡിലോട്ട് അല്ലേ. അപ്പോൾ നേരെ താഴെയല്ല ഇവിടെയല്ല. അപ്പോൾ നമ്മളെ ഡയറക്ഷൻ നോക്കിയേ, ഇതുമല്ല അല്ലേ. സൗത്ത് ഈസ്റ്റിലാണ് അല്ലേ. അതിൻ്റെ സൈഡ് രണ്ടിനും നടുക്കുക അല്ലേ. ഈസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും ഇടയിലാണ് അല്ലേ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറക്റ്റ് ആൻസർ എന്താണ്, സൗത്ത് ഈസ്റ്റ് കേട്ടോ. സൗത്ത് ഈസ്റ്റ് ആണ് എന്ത് ആൻസർ വരിക കേട്ടോ. സൗത്ത് ഈസ്റ്റ്. ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പാർക്ക് ഈസ് ദ പോണ്ട് ലൊക്കേറ്റഡ്. അപ്പോൾ പാർക്കിൻ്റെ ഏത് ഡയറക്ഷനിലാണ് പോണ്ട് ഉള്ളതെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാർക്ക് എവിടെ നോക്കാം നമുക്ക്. പാർക്ക് എവിടെ, പാർക്ക് എവിടെ, പാർക്കിൻ്റെ ഏത് ലൊക്കേഷനിൽ എവിടെയാണ് എന്താ വെച്ചത് പോണ്ട് ഉള്ളത് അല്ലേ. ഇതാണ് പാർക്ക്. പോണ്ട് എവിടെ, ഇവിടെയാണ് പോണ്ട് ഉള്ളത് അല്ലേ. അപ്പോൾ എന്താണ് ഇത് നേരെ ആണെങ്കിൽ എന്താണ് നോർത്താണ്, ഇതാണെങ്കിൽ എന്താണ് ഈസ്റ്റ് അല്ലേ. അപ്പോൾ എന്താണ് നോർത്ത് ഈസ്റ്റ് ആണ് വരുന്നത് അല്ലേ. നമ്മൾ ഇത് നോക്കിയാൽ ഇത് നോർത്ത് ഈസ്റ്റ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ടിക്ക് ഇടേണ്ടത്, നോർത്ത് ഈസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ആണ് നമ്മൾ ശരിയായിട്ടുള്ളത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ഇസ് ദ കോളേജ് സിറ്റുവേറ്റഡ്. പോലീസ് സ്റ്റേഷൻ്റെ ഏത് ഡയറക്ഷനിലാണ് കോളേജ് വരുന്നത് നോക്കിയേ. അപ്പം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് നോക്കുക. പോലീസ് സ്റ്റേഷൻ എവിടെ, പോലീസ് സ്റ്റേഷൻ ഇതല്ലേ. പോലീസ് സ്റ്റേഷൻ ഇത് അല്ലേ. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കോളേജ് വരുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷന് ഇത് നോക്കിയാൽ ഈ ഭാഗത്താണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് വെസ്റ്റാണ്. ഈ വെസ്റ്റിലും അല്ല പിന്നെ നോർത്തിലും അല്ല അല്ലേ. നോർത്ത് വെസ്റ്റിലാണ് അല്ലേ. അപ്പോൾ എന്താണ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് പോകും. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ. ഇത് നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ് ഇങ്ങനെ നേരെ പോകുമ്പോൾ വെസ്റ്റ് അല്ലേ. നേരെ മുകൾക്ക് പോയാൽ നോർത്ത് അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിനും നടുക്കാണ് അല്ലേ. അപ്പോൾ നോർത്ത് വെസ്റ്റിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് നോർത്ത് വെസ്റ്റ് കേട്ടോ. എന്താണ് നോർത്ത് വെസ്റ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, വെൻ എ പേഴ്സൺ ഈസ് ലുക്കിംഗ് അറ്റ് എ മാപ്പ്. ഒരാൾ മാപ്പിലേക്ക് നോക്കിക്കുക. ടു വിച്ച് ഡയറക്ഷൻ ഓൺ ദ മാപ്പ് ഡസ് ഹിസ് റൈറ്റ് സൈഡ് പോയിന്റ് ടു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരാൾ മാപ്പിനെ നോക്കിക്കുകയാണെങ്കിൽ അയാളുടെ റൈറ്റ് സൈഡ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതെന്താണ് ഇതിലേക്ക് നോക്കുകയാണ് ഇപ്പം നമ്മൾ. അപ്പം നമ്മളെ റൈറ്റ് സൈഡ് ഏതാണ്, ഈ ഭാഗമല്ലേ വരുന്നത്. നമ്മളിപ്പോൾ ഇതിലേക്ക് നോക്കിക്കുകയാണെങ്കിൽ നമ്മളെ റൈറ്റ് സൈഡ് ഇതാണ് അല്ലേ. അപ്പോൾ ഈസ്റ്റ് ആണ് കേട്ടോ. നമ്മളെ റൈറ്റ് സൈഡ് എന്താണ് ഈസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈസ്റ്റ് കേട്ടോ. സോറി ഈസ്റ്റ്. ഓക്കെ ഈസ്റ്റ് ആണ്. ഈസ്റ്റ് കേട്ടോ. ഇനി ഹൗ മെനി അതർ സ്കൂൾസ് ആർ ദർ ഇൻ ദ ഗ്രാമപഞ്ചായത്ത് ഇൻ വിച്ച് യുവർ സ്കൂൾ ഈസ് ലൊക്കേറ്റഡ്. ഇനി നിങ്ങളെ ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളെ സ്കൂൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളെ ഗ്രാമപഞ്ചായത്തിൽ എത്ര സ്കൂൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ എഴുതുക കേട്ടോ. ദെൻ ലിയ ഈസ് ട്രാവലിംഗ് വിത്ത് ഹെർ ഫാമിലി ഫ്രം തിരുവനന്തപുരം ടു കോഴിക്കോട് ബൈ ട്രെയിൻ. വിച്ച് ഡയറക്ഷൻ ആർ ദേ ട്രാവലിംഗ്. ഇനി എന്താണ് ലിയ എന്താണ് അവളുടെ ഫാമിലിൻ്റെ കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് പോവുക. അപ്പോൾ നമ്മളെ മാപ്പിൽ നോക്കിയാൽ താഴെയാണെന്ത് നമ്മളെ മാപ്പിൽ എന്താണ് എന്ത് വരുന്നത് തിരുവനന്തപുരം വരുന്നത് അല്ലേ. കോഴിക്കോട് മുകളിലല്ലേ. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് വരുന്നത് നോർത്തിൽ അല്ലേ. അപ്പോൾ നോർത്തിലാണ് എന്താണ് ലിയ ട്രാവൽ ചെയ്യുന്നത് അല്ലേ. ഇതാണ് നമ്മളത് അല്ലേ. അവൾ തിരുവനന്തപുരത്ത് നിന്നാണ് യാത്ര ചെയ്യുന്നത് അല്ലേ. തിരുവനന്തപുരത്ത് നിന്ന് അവൾ എന്താണ് കോഴിക്കോടേക്കല്ലേ മോൾക്കല്ല പോകുന്നത്. അപ്പോൾ ഇതിലേക്കാണ് നോർത്തിലേക്ക് കേട്ടോ. ഓക്കെ. ഇനി എന്താണ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ് അല്ലേ. എന്താണ് ഗ്രാമപഞ്ചായത്തിൻ്റെ മാപ്പ്, നിങ്ങളെ ഗ്രാമപഞ്ചായത്തിൻ്റെ മാപ്പ് കളക്ട് ചെയ്തിട്ട് എന്താക്കുക, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്ലേ ഗ്രൗണ്ട്, മെയിൻ റോഡും റിവറും റെയിൽവേ ലൈനും അഗ്രികൾച്ചറൽ ലാൻഡും ഫോറസ്റ്റ് ഏരിയയും അതുപോലെ ഒക്കെ എന്താക്കുക നിങ്ങൾ ഒരു മാപ്പായിട്ട് അടയാളപ്പെടുത്തുക. നിങ്ങൾക്ക് തന്നെ വരയ്ക്കുക കേട്ടോ. കളക്ട് ചെയ്ത് എന്താ നിങ്ങൾ തന്നെ വരയ്ക്കുക.
പിന്നെ ഫൈൻഡ് ഔട്ട് ദ മേജർ റിവേഴ്സ് ആൻഡ് ലേക്സ് ഇൻ യുവർ ഡിസ്ട്രിക്ട് ആൻഡ് മാർക്ക് ദം ഓൺ ദ മാപ്പ്. എന്നിട്ട് എന്താക്കുക, നിങ്ങളെ അവിടെയുള്ള റിവേഴ്സ് ഏതൊക്കെയാണ്, ലേക്ക് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, മാപ്പിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ എന്താണ് ഈ 7th ചാപ്റ്റർ കേട്ടോ. അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നന്നായി പഠിക്കുക, സിമ്പിളാണ്. നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ മാപ്പ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഈ കോമ്പസിലുള്ളത് അടയാളപ്പെടുത്തുക. മുകളിൽ നോർത്താണ്, താഴെ സൗത്താണ്, ഈ ഭാഗത്ത് വെസ്റ്റാണ്, ഈ ഭാഗത്ത് ഈസ്റ്റാണ് കേട്ടോ. പിന്നെ നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിൽ നോർത്ത് ഈസ്റ്റാണ്, സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെ ഇടയിൽ സൗത്ത് ഈസ്റ്റാണ്, പിന്നെ അതുപോലെ സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയിൽ സൗത്ത് വെസ്റ്റാണ്, പിന്നെ അതുപോലെ എന്താണ് നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയിൽ നോർത്ത് വെസ്റ്റ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോ ടീച്ചർ അപ്ലോഡ് ചെയ്യും. താങ്ക്